കറക്റ്റ് പ്ലാൻഡായിട്ട് ഫുഡ് കഴിച്ചാൽ അനാട്ടമി ഓട്ടോമാറ്റിക്കലി സെക്സി ആയിരിക്കും. ആ പ്ലാൻഡ് ഫുഡ് ഈറ്റിംഗ് ആണ് പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇവിടെ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ 200 രൂപ കൊടുത്തു, എൻ്റെ മൂക്കിന്ന് വരുന്നിടം വരെ ബിരിയാണി കിട്ടണം, ഇല്ലേ ക്വാണ്ടിറ്റി ഇല്ല. നമ്മൾ ആരെ തോൽപ്പിക്കാനാണോ? നമ്മളൊരു ബിരിയാണി കഴിക്കുമ്പോൾ 150 ഗ്രാം ചിക്കനും 100 ഗ്രാം റൈസും 250 ഗ്രാം നമ്മളെ ഉള്ളിച്ചതും. ഇവിടെ ഓരോ ബിരിയാണിയും സെർവ് ചെയ്യുന്ന 1 കിലോയാണ്. അങ്ങനെ ഒന്ന് കണക്കൂട്ടി നോക്കി താങ്കളുടെ ടേബിളിലേക്ക് ഫുഡ് വരുമ്പം അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു 500 ഗ്രാം ഞാൻ തിന്നാൻ പോവാം. അപ്പോൾ ഒരു 100 ഗ്രാം ഇത്, 50 ഗ്രാം ഇത്, 10 ഗ്രാം ഇത് എന്ന് പറഞ്ഞ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഈ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയും നമ്മളെ തോട്ട് പ്രോസസ്സ് എല്ലാം വാട്ട് യു ഈറ്റ് ഈസ് വാട്ട് യു ആർ. കറക്റ്റ് അല്ലേ? ആ പ്ലാനിങ് ആണ് ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റുകളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളൊരു ഫുഡ് സെർവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കി തന്നെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. പലപ്പോഴും ഈ അൽഫാം അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ്സ് ഒന്നും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല. അതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. അല്ലല്ല, ഞാൻ 30 വർഷത്തോളം അറബി നാട്ടിൽ ജീവിച്ച ഒരാളാണ്. ചൈനയിൽ തന്നെ 5 വർഷം ഉണ്ടായിരുന്നു. എനിക്കിവിടെ കിട്ടുന്നത് അറബിക് ഫുഡ് അല്ലാന്ന് എനിക്കറിയാം. എനിക്കിവിടെ കിട്ടുന്നത് ചൈനീസ് ഫുഡ് അല്ലാന്ന് എനിക്ക് അറിയാവുന്ന മോമോസ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, അറിയാവുന്നത്. ബാക്കി ഒന്നും അതല്ല. ഇപ്പോൾ താങ്കൾ കഴിക്കുന്ന സ്റ്റേക്ക്, ബഫല്ലോ സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം, ഇല്ല ബർഗർ എന്ന് പറയുന്ന സാധനം, താങ്കൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ കാറ്റിൽ ഫാമുണ്ട്. ഈ കാറ്റിൽ ഫാമിൽ അകിൽ ഫീഡ് ചെയ്യുന്നത് ഒരു ഫുഡാണ് എല്ലാവർക്കും. ഒരു പ്രായത്തിൽ പശുവിനെ വാങ്ങിക്കുകയോ ബഫല്ലോയെ വാങ്ങിക്കുകയോ ഒരേ ഫുഡ് കൊടുത്ത് ഒരേ സമയത്ത് വെള്ളം കൊടുത്ത് ഒരേ ടൈം ടേബിൾ അവരെ ഉറക്കി. അപ്പോൾ ഒരേ മീറ്റ് വാല്യൂ ആണ് എല്ലാത്തിനും, ആണോ അല്ലയോ? അപ്പം അവരുടെ 100 ബർഗറിന് ഒരേ ടേസ്റ്റാണ്. ഇവിടെ അങ്ങനെ ഏത് കാറ്റിൽ ഫാമാണ് ഉള്ളത്? ഇവിടെ ബാബുവണ്ണൻ്റെ പശുവിനൊരു സ്വഭാവം, തുളസി അണ്ണൻ്റെ പോത്തിനൊരു സ്വഭാവം. ഈ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അരച്ച് ബർഗർ ഉണ്ടാക്കി തന്നാൽ കഴിക്കുന്ന താങ്കൾക്ക് ഏറ്റവും വൃത്തികെട്ട സ്വഭാവമായിരിക്കും. അത് പാടില്ല. കറല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ മീറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ഇന്ന് കുത്തിവെക്കുന്നത് മനുഷ്യരിലല്ല, മൃഗങ്ങളിലാണ്. ആണോ? ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ അവരുടെയൊക്കെ മീറ്റ് വാല്യൂ എന്തായിരിക്കും? അത്രയും പോയ്സണസ് അല്ലേ? ചുമ്മാ ചിന്തിച്ച് നോക്കി. കറക്റ്റ് അല്ലേ? കോഴി ഫാമിലൊക്കെ മരുന്നടിച്ചങ്ങ് ഇടുക. എന്തിനാ? കോഴി അത്തുപോയ ലോസായില്ലേ? നേരെ മറിച്ച് ഫോറിൻ കൺട്രീസിൽ അവരതെല്ലാം കറക്റ്റായിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ നോക്കി ആ മീറ്റിനൊക്കെ ഭയങ്കര ടേസ്റ്റാടും. അത് കഴിച്ചിട്ട് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഖിലിപ്പോൾ US-ലാണെന്ന് വരുന്നത്. US-ൽ താങ്കളോട് വരുമ്പോൾ ഞാൻ താങ്കൾക്ക് ഒരു ക്യാപ്പച്ചീനോ തരുന്നു. അപ്പോൾ താങ്കൾ US-ലെ ക്യാപ്പച്ചീനോ കുടിച്ചിട്ട് അവിടെ വരുന്നത്. എന്നിട്ട് താങ്കൾക്ക് ഒരു സ്റ്റേക്കും തരും. താങ്കൾ തിന്നിട്ട് കൊള്ളാം. നേരെ മറിച്ച് നല്ല മുളകിട്ട മീൻകറി, നല്ല കപ്പയും, നല്ല ചമ്മന്തിയും, നല്ല ദോശയും, നല്ല ഒരു ഗ്ലാസ് സ്നേഹവും കൂടെ വിളമ്പിയാണ് ഈ US-ലിരിക്കുന്ന തൊഴുത്ത്. എനിക്ക് ഇന്നലെയും വന്ന് ലണ്ടൻകാരൻ ഉമ്മയെന്ന് തന്നിട്ട് എനിക്ക് കൂടുതലും വരുന്ന NRIs. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെല്ലാം ലോങ് ചെയ്യുന്നത് മാതൃത്വത്തിൻ്റെ രുചിയാണ്. ഈ അമ്മ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. കുത്തരിച്ചോറും കാന്താരി ചമ്മന്തിയും ചക്ക അവിയലും ഏത്തയ്ക്ക പുളിശ്ശേരിയും കട്ട തൈരും ചെറിയ ഉള്ളിയും കാന്താരി മുളകും എല്ലാം കൂടെ മേശപ്പുറത്തോട്ട് വെച്ചാൽ വായിൽ കൂടെ വെള്ളം വരും. ഇല്ലേ? നമുക്ക് ചോദിക്കുമ്പോൾ പറയും ബിരിയാണി മതി എന്ന് പറയും. ആ സമയത്ത് താങ്കൾ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു, താങ്കൾക്ക് ചിക്കൻ ബിരിയാണി മതി. ഞാൻ നല്ല വാഴയില അങ്ങോട്ട് തുറന്ന്, അത് പച്ച വെളിച്ചെണ്ണ തേച്ച വാഴയില, അങ്ങനെ വേണം ഇത് വാട്ടാൻ. വാട്ടിയിട്ട് അതിനകത്ത് നല്ല ചോറും പൊരിച്ച മീനും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഇച്ചിരി അവിയലും ബീട്രൂട്ട് തോരനും എല്ലാം വെച്ച് പൊതിഞ്ഞ് എൻ്റെ ടേബിളിൽ ഇരിക്കുക. ഞാനതങ്ങോട്ട് തുറക്കുമ്പം എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ അതിലേക്ക് പോയി. അപ്പോൾ ബിരിയാണി വാങ്ങിച്ച അകല് ശശിയായില്ലേ?